വാൾപ്പാറയുടെ ഹിൽസ് എത്തിയിട്ടോ. നമ്മൾ ഹിൽസിൻ്റെ മേലെ കയറിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയിരുന്നെങ്കിൽ ഈ മരങ്ങളൊക്കെ നോക്കി ഭയങ്കര ഭംഗിയുണ്ടല്ലേ. ഇപ്പം നമ്മൾ മൂന്നാറിൽ കാണുന്ന ഇല പോലത്തുള്ള മരം ഇവിടെ ഉണ്ട് കേട്ടോ. മൂന്നാറിൽ മാത്രമല്ല വാൾപ്പാറയിലുണ്ട്. എനിക്കൊന്നും ഇവിടെ അത്ര വലിയ മരങ്ങളൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. എന്നാൽ പോകുന്ന വഴി കുറച്ചെല്ലാം ആ ഒരു കാഴ്ചയൊക്കെ കാണാം കേട്ടോ. അത് അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലം. അപ്പം അങ്ങനെ നമ്മൾ മേലെ എത്തി. താഴ്ന്ന് കുറച്ച് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. സത്യം അവിടെ ഒന്നും റേഞ്ചില്ല. ഇപ്പം നമുക്ക് സ്റ്റോറിയോ ഒന്നും ഇടാനൊന്നും റേഞ്ചും ഇല്ല, ഒന്നുമില്ല. മേലെ കയറിയിട്ട് വേണം ഇനി റേഞ്ചൊക്കെ ഒന്ന് നോക്കാൻ. ഫുൾ തമിഴ്നാട് ഉണ്ട് കേട്ടോ. കേരളത്തിൽ കുറച്ച് ബൈക്കേഴ്സിന് മാത്രമേ കണ്ടുള്ളൂ, പിന്നെ ഒന്നും കണ്ടില്ല. ഇവിടെ ഞാൻ പറഞ്ഞേ ആ മൂന്നാറിൽ കാണുന്ന മരമൊക്കെ ഇവിടെ ഉണ്ട്. ശരിക്കും ഇവിടെ ഒരു ക്ലൈമറ്റ് എന്താ വെച്ചാൽ വെയിലായതുകൊണ്ടാണ്. കോടയൊക്കെയാണ് വെച്ചാൽ ഒന്ന് വന്നത് പുറത്തായാണെങ്കിൽ ഞാൻ പറയും നമുക്ക് ഇല്ലേ. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ റൈഡ് അങ്ങനെ ആസ്വദിച്ച് പോകാനുള്ളതാണ്. വെയിലോ മഴയോ ഒരു കുഴപ്പമില്ല. നമുക്ക് ബൈക്കുണ്ട്, ഇങ്ങനെ പോകണം. ബൈക്കിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോകണം. ആ ഒരു മൈൻഡ് സെറ്റാണ് സത്യമായിട്ടും. ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ്. ഇല്ലാതെ ഞാൻ പറഞ്ഞേ അതേ മരം കണ്ടില്ലേ, അങ്ങനത്തെ ഒരു മരം ഇവിടെയുള്ളു. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മരം കേട്ടോ. പിന്നീട് ഉണ്ടാകത്തില്ല. പിന്നെ അവിടെ ഒരു മരം നിൽക്കുന്നുണ്ട്. ജസ്റ്റ് വീഡിയോ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്തായാലും നമുക്കൊരു വീഡിയോ എടുക്കാം. ഫോണിൽ വീഡിയോ എടുത്തിട്ട് റീൽസ് ചെയ്യാം. ഞാനിപ്പോൾ വാൾപ്പാറ എത്തി. വാൾപ്പാറ മേലെ എത്തി കേട്ടോ. അത്യാവശ്യം നല്ല റഷ് ഉണ്ട് ഇവിടെ. കൂടുതൽ തമിഴ്നാട്ടിലത്തെ വണ്ടിയാണ് കൂടുതൽ. അപ്പോൾ എന്താ ബൈക്കിന് കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വെച്ചു ഇവിടെ നിർത്തിയിട്ട്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നല്ലൊരു സ്ഥലങ്ങളിലേക്ക് കയറണം. വണ്ടി ഈ സൈഡ് നിർത്തിയാണെങ്കിൽ കുറച്ച് നല്ല ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കട്ടെ കേട്ടോ. പക്ഷെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ട്. ഇനി ഇങ്ങോട്ടേക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഈ വഴി തന്നെ പോകണം. ഇവിടെ എൻട്രി കൊടുക്കുന്നത് ബൈക്കിന് 100, ബൈക്ക് ഓടിക്കുന്ന ആൾക്കും 100 അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം, എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് മേലെ കുറച്ച് നല്ല വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്.